ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. യുവാർ പ്രദീപിനെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പഴയന്നൂർ പഞ്ചായത്ത് LDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. PA ബാബു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേലക്കര നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി യുവാർ പ്രദീപിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് LDF പഴയന്നൂർ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എന്താ കോൺഗ്രസ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നറിയോ? 1600 2000 അതിപ്പോ വലിയ മാറ്റാണോ? കോൺഗ്രസ് വളരെ സിമ്പിളായി 1600 ഉണ്ടായിരുന്നത് 2000 ഞങ്ങൾ വന്നാൽ 3000. ആരാ പറയണത്? കോൺഗ്രസ്. ഇതിൽ വിശ്വസിച്ച് കുറെ വോട്ടങ്ങ് പോയാൽ കൊള്ള പെൻഷൻ മുടങ്ങിപ്പോകുമെന്ന് ഓർത്തിരിക്കണം. ഈ പെൻഷന്റെ ചരിത്രം നിങ്ങൾ ഓർത്തിരിക്കണം. 1600 ഉണ്ടായിരുന്ന പെൻഷൻ എത്രയായിരുന്നു? പെൻഷൻ 500 രൂപ. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പെൻഷൻ 500 രൂപയാണ്. പെൻഷന്റെ ചരിത്രം VK നായനാർ 1980 തുടങ്ങിയതാണ്. 45 രൂപ. 5 പൈസ പോലും വർദ്ധിപ്പിച്ചില്ല കോൺഗ്രസിന്റെ ഭരണം. 87 നായനാർ വന്നപ്പോഴാണ് വീണ്ടും 15 രൂപ വർദ്ധിപ്പിച്ച് 60 രൂപയാക്കിയത്. വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ് നായനാർ വന്നപ്പോഴാണ് ഇരട്ടിയാക്കിയത്, 120 രൂപയാക്കിയത് 1996. 2006 VS ഗവൺമെന്റ് വന്നപ്പോഴാണ് 500 രൂപയായി വർദ്ധിപ്പിച്ചത്. ആ 500 രൂപ പെൻഷൻ 18 മാസം കൊടുക്കാൻ കുടിശ്ശിക വരുത്തിയാല് ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കും. വലിയ സമരമാണ് നമ്മൾ നടത്തിയത്. ആ സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി നിർബന്ധിതനായി പെൻഷൻ ഏപ്രിൽ 1 മുതൽ 600 ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ കൊടുക്കേണ്ടി വരില്ലല്ലോ, ആൾക്കറിയാം. കലശം നടക്കും, പുതിയ ഗവൺമെന്റ് വരും, അവർ കൊടുക്കും. അങ്ങനെ 2014 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ് നിങ്ങളുടെ കൈകളിൽ നോട്ട് കെട്ടുകൾ എത്തിയത്. 18 മാസത്തെ കുടിശ്ശിക ആദ്യം തന്നു. CPI ലോക്കൽ സെക്രട്ടറി MS സജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPIM പഴയന്നൂർ ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KM അസീസ്, KP ശ്രീജയൻ, N അമൽരാജ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, CPI മണ്ഡലം കമ്മിറ്റി അംഗം KS സുകുമാരൻ, NV നാരായണൻകുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കൺവെൻഷന് നേതൃത്വം നൽകി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ കരുത്ത് തെളിയിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പ്രവർത്തകർക്ക് കൺവെൻഷൻ നിർദ്ദേശം നൽകി. CCV ന്യൂസ്, പഴയന്നൂർ.